ദിലീപ് കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു. കോടതിയിലേക്ക് 8-ാം പ്രതി എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. 8ഉം 10ഉം പ്രതികൾ ദിലീപിൻ്റെ അടുത്ത സുഹൃത്തായ ശരത്തും അവർ കോടതിയിലേക്ക് എത്തുകയാണ്. 8ാം പ്രതി ദിലീപിനെ ഈ കേസിൽ ശിക്ഷിക്കുമോ? ഇതാണ് ഏറ്റവും ആകാംക്ഷയുണർത്തുന്ന ചോദ്യം. നമ്മുടെ നീതിബോധത്തിൻ്റെ ചോദ്യം കൂടിയാണ്. സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ കേസ്. അതിനുപോൽബലകമായി ധാരാളം തെളിവുകൾ പൊതുസമൂഹത്തിന് മുമ്പിൽ തന്നെ വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ, ഈ ഹീനമായ ദൃശ്യങ്ങൾ 8ാം പ്രതി വീട്ടിലിരുന്ന് കണ്ടു, മെമ്മറി കാർഡ് അദ്ദേഹത്തിന് ബന്ധമുള്ളവരെ ഏൽപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആയി തന്നെ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിനൊരു സാക്ഷി പോലും ഉണ്ടായിരുന്നു. ആ സാഹചര്യങ്ങളിൽ 8ാം പ്രതിയെ ഗൂഢാലോചന കുറ്റത്തിൽ ശിക്ഷിക്കുമോ? ഏറ്റവും നിർണായകമായ ചോദ്യം അതാണ്. ദിലീപ് കോടതിയിലെത്തിയിരിക്കുന്നു. രാഗിൻ വിവരങ്ങളുമായി ചേരുകയാണ്. രാഗിൻ, കോടതിയിലേക്ക് 8ാം പ്രതി ദിലീപ് എത്തിയിരിക്കുന്നു. മറ്റു പ്രതികളും എത്തിച്ചേർന്നിട്ടുണ്ടോ? ഇനിയിപ്പോൾ അരമണിക്കൂർ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ദിലീപിന്റെ അഭിഭാഷകർ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നോ? ദിലീപ് കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. മറ്റെന്തെങ്കിലും പ്രതികരണം ലഭ്യമായിരുന്നോ? കോടതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ദിലീപാണ് അല്പസമയം മുമ്പ് വന്നത്. മറ്റു പ്രതികളും കോടതിയിലേക്ക് വരികയാണ്. ഇനി കേവലം അരമണിക്കൂർ മാത്രമാണ് ബാക്കി. അരമണിക്കൂറിന് ശേഷം കോടതി നടപടിക്രമങ്ങൾ തുടങ്ങും. 11 മണിക്ക് തന്നെ കോടതി ചേരും. കോടതി ചേരുന്ന ഘട്ടത്തിൽ ഈ പ്രതികളെയെല്ലാം ആദ്യഘട്ടത്തിൽ എത്തിയിട്ടുണ്ടോ എന്ന് നോക്കും. അതിനുശേഷമായിരിക്കും ആരൊക്കെ കുറ്റക്കാർ, അല്ലെങ്കിൽ മുഴുവൻ പേരെയും കുറ്റക്കാരായി കോടതിക്ക് വിധിക്കാം, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോടതിയുടെ സുപ്രധാന തീരുമാനം വരും. കഴിഞ്ഞ ഒരു 7.5 വർഷക്കാലമായി വിചാരണ നടപടികൾ നടക്കുകയായിരുന്നു. അതിനൊരു അന്തിമ തീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. മറ്റ് ബന്ധപ്പെട്ട ആളുകളും, ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകളും ഒക്കെ തന്നെ ഇപ്പോൾ കോടതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ സുപ്രധാനമായിട്ടുള്ള ആ ഒരു വിധി പ്രസ്താവം കേൾക്കുന്നതിന് വേണ്ടി നിരവധി പേർ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ വരികയാണ്. വലിയ പോലീസ് സുരക്ഷയാണ് കോടതിക്ക് മുന്നിൽ തന്നെ ഉള്ളത്. കാരണം ഒരു ഹൈ സെക്യൂരിറ്റി എന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ ഇവിടെ നീക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. അതിൽ ദിലീപിന്റെ വിധി എന്ത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അങ്ങനെ ആ വിധിയുടെ പ്രാധാന്യം എന്ത് എന്നത് വെച്ചാൽ, ഇതിൽ ഈ പറഞ്ഞ പോലെ ഗൂഢാലോചന വാദം, ആ ഗൂഢാലോചന എന്ന് പറയുന്ന കാര്യം സ്റ്റാൻഡ് ചെയ്യുമോ? ദിലീപ് ഇത്തരത്തിൽ കൊട്ടേഷൻ നൽകിയാണ് നടിയെ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്, ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങൾ അത് സ്റ്റാൻഡ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അഥവാ ദിലീപിനെ വെറുതെ വിടുകയാണെങ്കിൽ ആ അന്വേഷണ സംഘത്തിന്റെ ആ കണ്ടെത്തൽ അത് സ്റ്റാൻഡ് ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ദിലീപ് മാത്രമല്ല, പൾസർ സുനിയും എത്തിയിട്ടുണ്ട്. പൾസർ വരുന്ന ദൃശ്യങ്ങൾ നേരത്തെ കണ്ടിരുന്നു. മാസ്ക് ഒക്കെ വെച്ചിട്ടാണ്. പൾസർ സുനി കൊടും കുറ്റവാളിയാണ്, കൊട്ടേഷൻ സംഘാംഗമാണ്, സിനിമാ മേഖലയിൽ ഡ്രൈവറായി പ്രവർത്തിക്കുകയായിരുന്നു. നേരത്തെയും ഗോവയിൽ വെച്ച് നടിയെ ആക്രമിക്കാൻ പദ്ധതി ഒരുക്കിയതാണ്. നടിയെ ഗോവയിൽ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തത് ഈ പൾസർ സുനിയാണ്. അന്ന് മുഖം കണ്ട പരിചയത്തിലാണ് ഈ ആക്രമണം നടന്ന ദിവസം കാറിൽ വെച്ച് എന്നെ ഗോവയിൽ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്ത ആളല്ലേ എന്ന് ചോദിച്ചത്. അത് കേട്ടിട്ടാണോ, അപ്പോൾ എന്നെ തിരിച്ചറിഞ്ഞു അല്ലേ എന്ന് പറഞ്ഞ് പൾസർ സുനി ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി പുറകിലെ സീറ്റിലേക്ക് വരുന്നത്. പൾസർ സുനി എത്തിയിരിക്കുകയാണ്. പൾസർ സുനിക്ക് കിട്ടുന്ന ശിക്ഷ എന്ത്, ദിലീപിന് കിട്ടുന്ന ശിക്ഷ എന്ത്? പൾസർ സുനിയും ദിലീപും ഒരേ കോൾ ലൊക്കേഷനിൽ വന്ന, ഒരേ ഫോൺ ടവർ ലൊക്കേഷനിൽ വന്ന സംഭവ വികാസങ്ങൾ അത് കോടതിയിൽ പ്രസന്റ് ചെയ്തിരുന്നു പ്രോസിക്യൂഷൻ. അബാദ് പ്ലാസ മുതൽ ജോർജ് ടൻസ് പൂരം എന്ന സിനിമയുടെ ലൊക്കേഷൻ വരെയുള്ള വിവിധ സമയങ്ങളിൽ പൾസർ സുനിയും ദിലീപും ഒരുമിച്ചുണ്ടായിരുന്നതിൻ്റെ തെളിവുകൾ പ്രസന്റ് ചെയ്തിരുന്നു. ഇതൊക്കെ കോടതിക്ക് സ്വീകാര്യമാണോ അറിയാൻ നമ്മൾ അല്പസമയം കൂടി കാത്തിരിക്കണം.